സോഡിയം ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണത്തെ ആറ്റോമിക് സംഖ്യ എന്നാണോ, മാസ് സംഖ്യ എന്നാണോ, ന്യൂക്ലിയോൺ സംഖ്യ എന്നാണോ, വാലൻസി എന്നാണോ പറയാം? അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്. നമസ്കാരം. അടുത്ത LP UP ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയിൽ സയൻസിൻ്റെ ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യപ്പെട്ടി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫിസിക്സിലെ ചോദ്യങ്ങളായിരുന്നു നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയത്, ചലനം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ 3 ആൾക്കാരുണ്ട്, മെയിൻ ആൾക്കാർ അല്ലേ? ആരൊക്കെയാ നമുക്കറിയാം. നമ്മുടെ സിലബസിൽ എടുത്ത് ടോപ്പിക്ക് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. ഈക്വലി അതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് താനും. അപ്പോൾ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കുകളെയും കവർ ചെയ്ത് ഓരോ ചാപ്റ്ററുകൾ വൃത്തിക്ക് പഠിച്ച് SCRT NCERT ഒക്കെ കവർ ചെയ്ത് പോകണം നമുക്ക് ആ ഒരു വലിയ ദിവസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആറ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രിയിലാണ് ചോദ്യപ്പെട്ടിയിൽ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് ഉൾപ്പെട്ടിരിക്കുന്നത്. ആറ്റം പക്ഷേ ഫിസിക്സിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ടോപ്പിക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടിടത്തും ഒരുപോലെ ഇത് പഠിക്കാറുണ്ട് മുമ്പോട്ട് ഹയർ എഡ്യൂക്കേഷൻ പോകുന്ന സമയത്ത് എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ആറ്റത്തിനകത്തെ ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. അടുത്ത LP UPയിലേക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട്, 1ാം റാങ്കിലേക്ക് എത്താനായിട്ട് ഏറ്റവും മികച്ച പ്രിപ്പറേഷൻ എൻട്രി നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചും കോഴ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യപ്പെട്ടിയുമായിട്ട് ഞാനും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആറ്റത്തിൻ്റെ ആരം ഏകദേശം, അപ്പോൾ ആറ്റം എന്ന് പറയുന്ന ആ ഒരു ബേസിക് കൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിക്കുന്നത്. ആറ്റോമിക സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് ജോൺ ഡാൾട്ടൺ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആറ്റത്തിൻ്റെ ഏകദേശം ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 10⁻⁻15 മീറ്റർ, 10⁻11 മീറ്റർ, 10⁻10 മീറ്റർ, 10⁻8 മീറ്റർ. ആറ്റത്തിൻ്റെ സെൻട്രൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ സെൻട്രലിൽ ഒരു ബോൾ വെച്ചിരിക്കുന്ന പോലെ ആറ്റത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഇരിക്കുന്നതൊക്കെ നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇവിടെ ന്യൂക്ലിയസിൻ്റെ ആരത്തിൻ്റെ വാല്യൂവും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും തമ്മിൽ മാറിപ്പോരുത്. ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10⁻10 മീറ്റർ ആണ്. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ആവട്ടെ 10⁻15 മീറ്റർ ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആശയം, ഒരു വാല്യൂവിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം നമുക്ക് മുമ്പിലേക്ക് വെച്ചു എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഒരുപാട് ആറ്റം മോഡലുകളെക്കുറിച്ച് നമ്മൾ ചാപ്റ്ററുകൾ പഠിക്കുന്നുണ്ട്. ആ ആറ്റം മോഡലുകൾ തന്നെ തണ്ണിമത്തൻ മാതൃക, പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഗോളത്തിനകത്ത് ഇലക്ട്രോണുകൾ ഇങ്ങനെ വിതറിയിട്ടിരിക്കുകയാണ്, തണ്ണിമത്തനിലെ കുരുക്കൾ കിടക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് J.J. തോംസൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ J.J. തോംസന്റെ മോഡലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന. 1898 J.J. തോംസൺ നിർദ്ദേശിച്ചതനുസരിച്ച് ഒരാറ്റത്തിന് ഗോളാകൃതിയാണുള്ളത്. ശരിയല്ലേ? ഗോളാകൃതിയിലുള്ള ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ശരിയാ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഏകദാനമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള നിർവീര്യത വിശദീകരിക്കാൻ ഈ മാതൃക പരാജയപ്പെട്ടു. ആറ്റത്തിൻ്റെ മാസ് ഒരേ അളവിൽ ആറ്റത്തിലെ മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്നതിനാൽ ഈ ഒരു മാതൃകയുടെ പ്രധാന സവിശേഷതയായിട്ട് അതും കാണാനായിട്ട് സാധിക്കും. 4 ഓപ്ഷൻസ്. അതിൽ ഒന്നാമത്തെ ശരിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഒരെണ്ണം തെറ്റുള്ള ഏതാ? ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഏകദാനമായി യൂണിഫോമായി വിതരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആറ്റത്തിൻ്റെ മാസ് ഒരേ അളവിൽ ആറ്റത്തിൽ മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്നതായി കരുതുന്നത് ഈ മാതൃകയുടെ പ്രത്യേകതയാണ് എന്നുള്ളതും ശരിയാണ്. ആറ്റത്തിൻ്റെ മൊത്തമായിട്ടുള്ള നിർവീര്യത വിശദീകരിക്കുവാൻ ഈ മാതൃക വിജയിക്കുകയാണ് ചെയ്തത്, അല്ലാണ്ട് പരാജയപ്പെടുകയല്ല ചെയ്തത്. പോസിറ്റീവ് നെഗറ്റീവ് ചേർന്നിട്ട് ആറ്റം ന്യൂട്രൽ ആണ് എന്നുള്ളത് തന്നെയാണ് തോംസണും ആ മോഡലിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ C ആണ്. അപ്പോൾ തണ്ണിമത്തൻ മാതൃക, ഒരു ആറ്റം എന്ന് പറയുന്ന പോസിറ്റീവ് ഗോളം, അതിനകത്ത് ഇലക്ട്രോണുകൾ ഇങ്ങനെ എംബഡ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു തെറ്റായിട്ടുള്ള മോഡലാണ് എന്ന് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നു തോംസൺ അവിടെ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. നെഗറ്റീവ് ചാർജുള്ള കണങ്ങളായിട്ടുള്ള ഇലക്ട്രോണുകളെ കണ്ടെത്തുന്നതും J.J. തോംസൺ ആണ്. അതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനവും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വാതകങ്ങളിൽ കൂടിയുള്ള വൈദ്യുത ചാലനത്തിൻ്റെ സൈദ്ധാന്തികവും പരീക്ഷണാത്മകവുമായ അന്വേഷണങ്ങൾക്ക് J.J. തോംസൺ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയെടുക്കുന്നത് ഏത് വർഷത്തിലാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ J.J. തോംസൺ ലഭിക്കുന്നു. വർഷം 1906 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 21 ആൽബർട്ട് ഐൻസ്റ്റീന, 30 C.V. രാമന്, 98 നമ്മുടെ എക്സ്റേ കണ്ടുപിടിച്ച വില്യം റോണ്ടജനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷങ്ങൾ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. 1906 നമുക്ക് ഈ പറയുന്ന J.J. തോംസൺ നോബൽ സമ്മാനം കിട്ടുന്നത് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം
നമുക്ക് നോക്കാം. എണ്ണത്തുള്ളി പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ ചാർജ് നിർണ്ണയിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ്. എണ്ണത്തുള്ളി പരീക്ഷണം, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ന്യൂട്രോൺ ആണെങ്കിൽ ചാർജ് ഇല്ല. ആറ്റത്തിലെ മൗലിക കണങ്ങളായിട്ടുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ ചാർജിനെ കുറിച്ചും ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മാസ്, ഏറ്റവും കുറവ് മാസ്, ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിവിടെ ചോദിച്ചത് ഇലക്ട്രോണിന്റെ ചാർജിനെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്നത് എണ്ണത്തുള്ളി പരീക്ഷണത്തിലൂടെയാണ്. അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? ഇലക്ട്രോണിന്റെ ചാർജ് -1.6 × 10⁻⁹ കൂളംബാണ്. അതേപോലെ പോസിറ്റീവ് ചാർജ് എടുക്കുമ്പോൾ പ്രോട്ടോൺ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോട്ടോൺ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു വാല്യൂ കണ്ടെത്തുന്നത് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെ ഡാൾട്ടൺ ആണോ, തോംസൺ ആണോ, റൂദർഫോർഡ് ആണോ, മിലിക്കൺ ആണോ? മിലിക്കന്റെ എണ്ണത്തുള്ളി പരീക്ഷണത്തിലൂടെയാണ് കണ്ടെത്തുന്നത്. ഓർത്തിരിക്കുക, എണ്ണത്തുള്ളി പരീക്ഷണം ആരുമായിട്ട് ബന്ധപ്പെട്ട? മിലിക്കണുമായി ബന്ധപ്പെട്ട. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചേരുംപടി ചേർക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡ്സ്റ്റെയിൻ, മിലിക്കൺ, ചാഡ്വിക്, തോംസൺ. ഇലക്ട്രോൺ ചാർജ്, ന്യൂട്രോൺ, പ്രോട്ടോൺ, E/me അനുപാതം ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നോക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. തോംസൺ എന്താ ചെയ്തേ? തോംസൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടാണോ നിൽക്കുന്നത്? യെസ്. ആരുമായി ബന്ധപ്പെട്ടാണ് തോംസൺ നിൽക്കുന്നത്? മിലിക്കൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? അതുപോലെ ഗോൾഡ്സ്റ്റെയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ചാഡ്വിക്കും. ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടെത്തിയ ആളാണ്. ഒരു ക്ലൂ അങ്ങ് തന്നേക്കാം. ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടെത്തിയ ആളാണ്, അറിഞ്ഞിരിക്കണം. ദെൻ അടുത്തത് തോംസൺ എന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങൾക്ക് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാണെന്ന് അറിയാം. പക്ഷേ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്നൊരു ഓപ്ഷൻ കണ്ടിട്ട് അതിൽ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ആദ്യം പറയാതിരുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മിലിക്കൺ ആണ് എന്ന് നമ്മൾ തൊട്ട് മുമ്പ് ഇപ്പം പറഞ്ഞാൽ തീർന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മിലിക്കൺ ആണ് ചാർജ് കണ്ടെത്തുന്നത്. അപ്പോൾ തോംസൺ എന്താ കണ്ടുപിടിക്കുന്നത്? തോംസൺ എന്താ? E/me റേഷ്യോ എന്താണെന്നറിയാവോ? ഇലക്ട്രോണിൻ്റെ ചാർജ് ബൈ മാസ് റേഷ്യോ, ചാർജ് ഓഫ് ഇലക്ട്രോൺ ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ, ആ അനുപാതം കണ്ടെത്തുന്നത് J.J. തോംസൺ ആണ്. അപ്പോൾ തോംസൺ E/me റേഷ്യോ കണ്ടുപിടിച്ചു, ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു, മിലിക്കൺ ഇലക്ട്രോൺ ചാർജ് കണ്ടുപിടിച്ചു. ഇതും പലപ്പോഴും ആളുകൾ തെറ്റായിട്ട് പറയാറുള്ള, അല്ലെങ്കിൽ പലപ്പോഴും പല പുസ്തകങ്ങളും വ്യത്യസ്തമായിട്ട് കൊടുക്കാറുള്ള ഒന്നാണ്. ഗോൾഡ്സ്റ്റെയിൻ പ്രോട്ടോൺ കണ്ടെത്തി. അത് റൂദർഫോർഡും പോസിറ്റീവ് ചാർജുള്ള സ്ഥാനത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. റൂദർഫോർഡിൽ നിന്നും ചില ടെക്സ്റ്റ് ബുക്കുകൾ പറയാറുണ്ട്. NCERTയുടെ CBSE ടെക്സ്റ്റ് ബുക്കുകളിൽ ഗോൾഡ്സ്റ്റെയിൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എനിവേ ഇവിടെ ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരിക. ഓർത്തിരിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ നോക്കിയേ. ചാഡ്വിക്ക് ന്യൂട്രോൺ ആണെന്ന് അറിയാം. C2 വരുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. അവിടെ തന്നെ ആൻസർ ആയിട്ട് വന്നു. കണ്ടോ, ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കൂ. റൂദർഫോർഡിൻ്റെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തോംസന്റെ മാതൃക പറഞ്ഞു, പിന്നെ ഓരോരുത്തരെ കണ്ടുപിടിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടു. ഇനി അടുത്ത റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിൽ ശരിയായ പ്രസ്താവനകൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ മാസിൻ്റെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ശരിയായ പ്രസ്താവന ആട്ടോ ചോദിച്ചത്, ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. സൗരയൂഥ മാതൃകയോട് സാദൃശ്യം ഉള്ള മാതൃകയാണിത്. ഇലക്ട്രോണുകളെയും ന്യൂക്ലിയസിനെയും ഒരുമിപ്പിച്ച് നടത്തുന്നത് വൈദ്യുത കാന്തിക ബലങ്ങളാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? പോസിറ്റീവ് ചാർജും ആറ്റത്തിലെ മാസിൻ്റെ ഭൂരിഭാഗം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആശയം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നോക്കിയോ, ഇത് ശരിയാ അല്ലേ? ന്യൂക്ലിയസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ദെൻ സൗരയൂഥ മാതൃക പോലെ സെൻട്രലിലെ ന്യൂക്ലിയസും ചുറ്റും ഇലക്ട്രോണുകളൊക്കെ കറങ്ങുന്ന രീതിയാണ് എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇലക്ട്രോണുകളെയും ന്യൂക്ലിയസിനെയും പിടിച്ചു നിർത്തുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് സ്ഥിത വൈദ്യുത ബലമാണ്, അല്ലാണ്ട് കാന്തിക ബലം അതിനകത്ത് വരുന്നില്ല കേട്ടോ. വൈദ്യുത കാന്തികം എന്ന് പറയാൻ പറ്റില്ല, സ്ഥിത വൈദ്യുത ബലം എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ അത് തെറ്റാ, വൈദ്യുത കാന്തികം എന്നുള്ളതല്ല ആൻസറായിട്ട് വരിക. സോ 2 എണ്ണമാണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്ത ചോദ്യം നോക്കൂ. തെറ്റായ പ്രസ്താവനകൾ ഏത്? ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കുന്നതിൽ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക പരാജയപ്പെട്ടു. ആറ്റത്തിലെ ഇലക്ട്രോണുകളെയും ക്രമീകരണം വിശദീകരിക്കുവാൻ റൂദർഫോർഡിൻ്റെ മാതൃകയ്ക്ക് സാധിച്ചില്ല. റൂദർഫോർഡിൻ്റെ മാതൃക വഴി ഹൈഡ്രജൻ സ്പെക്ട്രം മാത്രമേ വിശദീകരിക്കുവാൻ സാധിച്ചുള്ളൂ. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂദർഫോർഡ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ലീഫ് എക്സ്പെരിമെൻറ്റിലൂടെയൊക്കെ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സെൻട്രലുണ്ട്. ആ സെൻട്രൽ പോസിറ്റീവ് ചാർജ് ഉള്ളതും ആറ്റത്തിൻ്റെ മാസും ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ സെൻട്രലാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ ഇലക്ട്രോൺ ഇതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ ഇലക്ട്രോണിൻ്റെ സ്ഥിരതയെക്കുറിച്ച് പറയുന്നതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റാതെ പോയി.
അപ്പോൾ ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കുന്ന റൂദർഫോർഡ് മാതൃക പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാ. ശരിക്കും ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും ക്രമീകരണം വിശദീകരിക്കുവാൻ റൂദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചില്ല. ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും ക്രമീകരണം വിശദീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ നോക്കൂ. ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ ക്രമീകരണം വിശദീകരിക്കാൻ റൂദർഫോർഡിന് മാതൃകയ്ക്ക് സാധിച്ചോ ഇല്ലയോ? റൂദർഫോർഡിന്റെ മാതൃക വഴി ഹൈഡ്രജൻ സ്പെക്ട്രം മാത്രമാണോ വിശദീകരിക്കാൻ സാധിച്ചുള്ളൂ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഒന്നും തൊടാനൊന്നും ഇവിടെ പറ്റിയിട്ടില്ല. റൂദർഫോർഡിന് അതിന് സാധിച്ചിട്ടില്ല. ഇവിടെ 3 ഒള്ളിയാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും ക്രമീകരണം വിശദീകരിക്കാനായിട്ട് റൂദർഫോർഡിന്റെ മാതൃകയ്ക്ക് കൃത്യമായിട്ട് സാധിച്ചിട്ടില്ല. അത് ശരിയാണ്. ദെൻ 3 മാത്രമാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന. സോഡിയം ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? അറിയണം. ആറ്റോമിക് നമ്പർ അറിയണം. എച്ച് ഹൈഡ്രജൻ, എച്ച് ഹീലിയം, LI ലിഥിയം, BE ബെർലിയം, B ബോറോൺ, C കാർബൺ, N നൈട്രജൻ, O ഓക്സിജൻ, F ഫ്ലൂറിൻ, N നിയോൺ, Na സോഡിയം, അങ്ങനെ 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 പോവും. അതിൽ Na സോഡിയം എത്രാമത്തെ? അതിൻ്റെ ആറ്റോമിക് നമ്പർ 11ആണ്. 11ാമത്തെ ആളെന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? പ്രോട്ടോണിൻ്റെ എണ്ണവും 11 ആയിരിക്കും. അപ്പോൾ ആറ്റോമിക് നമ്പർ അറിയണം, ആ ഓർഡർ അറിയണം. എലമെൻസിൻ്റെ ഓർഡർ അറിയാമെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആദ്യത്തെ ഒരു 10-25 എന്തായാലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പീരിയോഡിക് ടേബിളിനകത്ത് ഓപ്ഷൻ ബി ആണ് 11 ശരിയായിട്ടുള്ള ആൻസർ. ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണം, ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണത്തെ ആറ്റോമിക് സംഖ്യ എന്നാണോ, മാസ് സംഖ്യ എന്നാണോ, ന്യൂക്ലിയോൺ സംഖ്യ എന്നാണോ, വാലൻസി എന്നാണോ പറയാം? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള ആൾക്കാരാണ് ന്യൂക്ലിയോൺ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ് ന്യൂക്ലിയോൺ? ആറ്റത്തിനകത്ത് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഉണ്ട്. അതിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്താണ്, ബാക്കി 2 പേരും പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്തുണ്ട്. അവരെ 2 പേരെയും ചേർത്തിട്ട് നമുക്ക് ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കാം. ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണത്തെ നമ്മൾ എന്ത് വിളിക്കും? മാസ് നമ്പർ എന്ന് വിളിക്കും. തെറ്റിക്കരുത്. ആറ്റോമിക് നമ്പർ എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണം മാത്രമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആകുന്നിടത്ത് അത് ഒരുപോലെ വരുന്നു. ദെൻ മാസ് സംഖ്യ എന്ന് പറയുമ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും കൂടി കൂട്ടുന്നതാണ് മാസ് സംഖ്യ, അഥവാ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമാണ് മാസ് സംഖ്യ. ന്യൂക്ലിയോൺ സംഖ്യ എന്ന് പറയുന്നില്ല എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ C614ഉം N714ഉം എന്തിനു ഉദാഹരണമാണ്? അപ്പോൾ ആ ടോപ്പിക്കിനകത്തെ പല ഭാഗത്തുനിന്ന് ടച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പല ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോണുകൾ, ന്യൂക്ലിയോണുകൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നോക്കൂ, XZA ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. ഇത് ആറ്റോമിക് നമ്പർ, ഇത് മാസ് നമ്പർ. അവിടെ ആറ്റോമിക് നമ്പർ വ്യത്യസ്തം, എന്നാൽ മാസ് നമ്പർ സമാനമായിട്ട് വരുന്നു. അതാരാ? അത് ഐസോബാറുകളാണ്. ഐസോബാറുകളാണ്. നേരെ താഴെ ഇത് ആറ്റോമിക് നമ്പർ സെയിം ആയിട്ട് വന്നാൽ, മാസ് നമ്പർ ഡിഫറൻ്റ് ആയിട്ട് വന്നാൽ അത് ഐസോടോപ്പുകളാണ്. ഈ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിട്ട് വരുമ്പോഴാണ് ഐസോട്ടോണുകളൊക്കെ വരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഞാൻ തിയറി വളരെ വിശദമായിട്ട് പറയുന്ന രീതിയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താണ്. അതിൽ നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കുകൾ വിശദമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. ഇതിലൊക്കെ ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മേഖലകൾ കൂടിയാണ്. ഐസോടോപ്പുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം എന്താണ്? ഐസോടോപ്പുകൾ തമ്മിൽ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ വ്യത്യാസമാണോ, ഇലക്ട്രോണുകളുടെ വ്യത്യാസമാണോ, ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെ വ്യത്യാസമാണോ? ഇവയൊന്നുമല്ലേ. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം, ഇതിനകത്തെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ആരുടെ നമ്പറിലെ വ്യത്യാസം കൊണ്ടാണ് വരുന്നത്? ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെ വ്യത്യാസം കൊണ്ടാണ് വരുന്നത് കേട്ടോ. ഐസോടോപ്പുകൾ ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെ വ്യത്യാസം കൊണ്ടാണ് ഐസോടോപ്പുകൾ വരുന്നത്. കാരണം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെ നോക്കും, ഇവിടെ മാസ് നമ്പറും ആറ്റോമിക് നമ്പർ എന്നുള്ള രീതിയിൽ ഐസോബാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ XZA എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ന്യൂട്രോണ് പ്രോട്ടോണോട് ചേരുന്ന നമ്പറാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ന്യൂട്രോണും പ്രോട്ടോണും ചേരുന്ന നമ്പറാണ്. അതിൽ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് Z എന്ന് പറയുന്നത്. അപ്പോൾ എയിൽ നിന്ന് Z കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? എയിൽ നിന്ന് Z കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോൺ നമ്പർ കിട്ടണം. ന്യൂട്രോണുകളുടെ എണ്ണം അവിടെ കിട്ടേണ്ടതാണ് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ കണ്ടുപിടിക്കുന്നത്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ തന്നെയാണ്. ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെ വ്യത്യാസമാണ് ഐസോടോപ്പുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ട്രിഷ്യം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ഇവയൊന്നുമല്ല. ഏതാണ് ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത്? അത് തീർച്ചയായിട്ടും ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ട്രിഷ്യമാണ് കേട്ടോ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യമാണ് ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്നതെന്ന് ഓർത്തിരിക്കണം. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏറ്റവും കുറഞ്ഞ അളവിൽ ഭൂമിയിൽ കാണുന്നത് ട്രിഷ്യമാണ്. ഡ്യൂട്ടീരിയം, പ്രോട്ടിയം, ട്രിഷ്യം 3 ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഉള്ളത്. അതിൽ ഏറ്റവും കുറവ് ട്രിഷ്യമാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതേ കൺസെപ്റ്റിൽ നിന്ന് വേറൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. നോക്കിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതലായി കാണുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയമാണ്. ഒരേ ആറ്റോമിക സംഖ്യയും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരു മൂലകത്തിൻ്റെ എല്ലാ ഐസോടോപ്പുകളും വ്യത്യസ്ത രാസ സ്വഭാവം കാണിക്കുന്നു. ഏതാണ് ശരിയായ പ്രസ്താവന? 1, 3, 2, 1, 3, 1, 2 മാത്രം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്.
അവിടെ 2 മാത്രമാണ് ശരി. അതായത് ഒരേ ആറ്റോമിക സംഖ്യയും വ്യത്യസ്ത മാസ് സംഖ്യയുമുള്ള ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുക. നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഏറ്റവും കൂടുതലായി കാണുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം അല്ല, പ്രോട്ടിയമാണ്. ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഏറ്റവും കുറവ്, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോട്ടിയമാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഒരു മൂലകത്തിൻ്റെ എല്ലാ ഐസോടോപ്പുകളും വ്യത്യസ്ത രാസസ്വഭാവം കാണിക്കും. അല്ല, ഐസോടോപ്പുകൾക്കെല്ലാം ഒരേ രാസസ്വഭാവമായിരിക്കും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്ന മേഖലയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുകയും കൂടി വേണം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. Br3580 ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? Br3580 നമ്മൾ XZA ആറ്റോമിക് നമ്പർ ഇസഡും മാസ് നമ്പർ എയും നേരത്തെ പറഞ്ഞു. അവിടെ ന്യൂട്രോണുകളുടെ എണ്ണമാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? നമുക്ക് ആ എയിൽ നിന്ന് ഇസഡ് കുറച്ചാൽ മതി. ആറ്റോമിക് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ 80-ൽ നിന്ന് 35 കുറച്ചാൽ മതി. ഡയറക്റ്റ് ആൻസറാണ്. 80-ൽ നിന്ന് 35 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ എത്രയാ? 80-ൽ നിന്ന് 35 കുറച്ചാൽ 45 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരിക. അപ്പോൾ ഓർക്കൂ, ഇത് നമ്മൾ പറഞ്ഞതെന്താ? ആറ്റത്തെക്കുറിച്ചും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ മോഡലുകളിൽ നിന്നൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഐസോടോപ്പ്, ഐസോബാർ പോലുള്ള ബേസിക് ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഓരോ ടോപ്പിക്കുകളെയും ഓരോ സബ്ജക്റ്റിനെയും വെച്ചുകൊണ്ടുണ്ട് നമ്മൾ ഡിസ്കഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. സയൻസിൻ്റെ ചോദ്യപ്പെട്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത LPUP-യിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്. അതിന് എൻട്രിയുടെ മുഴുവൻ ടീമും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ഞങ്ങളും എല്ലാവരും ഉണ്ടായിരിക്കും. ആദ്യ റാങ്കിലേക്ക് ഇടം പിടിക്കാൻ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള എല്ലാ അവസരവും എൻട്രി നിങ്ങൾക്ക് ഒരുക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം.